കെ രാഘവൻ MP പോലും കരുതി കാണില്ല താൻ ഇങ്ങനെ ഒരു പുലിവാല് പിടിക്കുമെന്ന്. അവിടെയും ബന്ധു നിയമനം തന്നെയാണ് കാരണം. മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ടാണ് കെ രാഘവനും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തമ്മിൽ രൂക്ഷമായിരിക്കുന്നത്. അണികൾ ഒന്നടങ്കം രാഘവനെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നു. കോളേജിന്റെ ചെയർമാൻ കൂടിയായ രാഘവൻ തന്റെ ബന്ധുവിനെ അനധ്യാപക തസ്തികയിൽ നിയമിച്ചപ്പോൾ കൂടോടെ ഇളകിയത് കല്യാശ്ശേരിയിലെ കോൺഗ്രസ് അണികളാണ്. കാരണം എന്താണെന്നോ, രാഘവന്റെ ബന്ധുവാണെങ്കിലും നിയമനം കിട്ടിയാൽ DYFI പ്രവർത്തകനാണ്. കോളേജിലെ അനധ്യാപിക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാത്തതിലാണ് എതിർപ്പും പ്രതിഷേധവും കോൺഗ്രസ് അണികൾ കാട്ടിയത്. MP ബന്ധുവായ CPM അനുഭാവിക്ക് ജോലി നൽകിയത് കൂടുതൽ പ്രകോപനമായി. ഇതിൽ പ്രതിഷേധിച്ചാണ് രാഘവനെ പ്രാദേശിക നേതാക്കൾ തടഞ്ഞത്. അവർക്കെതിരെ KPCC നിർദ്ദേശപ്രകാരം DCC നടപടിയെടുക്കുകയും ചെയ്തു. ഇതോടെ പ്രശ്നം കൂടുതൽ കലുഷിതമായി. രാഘവന്റെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം അങ്ങ് രാജിവെച്ചു. ഒടുവിൽ പ്രശ്ന പരിഹാരത്തിന് KPCC ഇടപെടുകയാണ്. തർക്കം പരിഹരിക്കാൻ, ചർച്ച ചെയ്ത് പരിഹരിക്കാൻ 3-അംഗ സമിതി നിയോഗിക്കാനാണ് തീരുമാനം. കണ്ണൂരിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. വിഷയം ഇനി നീട്ടിക്കൊണ്ടുപോയാൽ അത് പാർട്ടിയെ ബാധിക്കുമെന്ന് നന്നായി അറിയാം KPCCക്ക്. പ്രദേശത്തെ പാർട്ടി 2 തട്ടിലായതോടെ കണ്ണൂർ DCC KPCCയുടെ ഉപദേശം തേടിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ട DCC അധ്യക്ഷൻ അടക്കം നേതാക്കൾ പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം ദുർബലമാണെന്നും പ്രതിസന്ധിയിലാണെന്നും കെ രാഘവനൊപ്പമുള്ള കോളേജ് ഡോക്ടർമാർക്കെതിരെ മാത്രം നടപടിയെടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ധരിപ്പിച്ചു. തനിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ ചില വിഭാഗീയ കേന്ദ്രങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെന്നും കെ രാഘവനും ആരോപിച്ചു. ഇങ്ങനെ പാർട്ടി തുടരാനാകില്ലെന്നാണ് രാഘവൻ ഇപ്പോൾ AICCയോടും KPCCയോടും നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാടായി കോളേജിൽ ബന്ധുവായ CPM പ്രവർത്തകന് ജോലി നൽകിയതിൽ പുലിവാല് പിടിച്ചു കെ രാഘവൻ എന്ന് പറയുന്നത്. എന്തായാലും ഇനി പന്ത് KPCCയുടെ കയ്യിലാണ്. തീരുമാനമെടുക്കേണ്ടത് KPCCയാണ്. നിയമനം നൽകേണ്ടത് രാഘവൻ ചെയർമാനായ കോളേജിൻ്റെ ഉത്തരവാദിത്വവും അവരുടെ അവകാശവാദവുമാണെന്നാണ് രാഘവൻ്റെ നിലപാട്. എന്തായാലും കല്യാശ്ശേരിയിലെ കോൺഗ്രസ് അണികൾ രാഘവനെതിരെ ഉയർത്തിയ കലാപക്കൊടി താഴ്ത്തി കിട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്.